ഏത് പിന്നെ വീട്ടിൽ കയറി ചെന്നാലും നല്ല പ്രതികരണമാണ് കിട്ടണത്. ആര്യാടൻ ഷൗക്കത്ത് ബാവുട്ടി എന്ന് പറഞ്ഞ ആൾക്ക് നല്ല വിജയ പ്രതീക്ഷയാണ്. BJP CPM ഡില്ലാണ്. കാരണം ഞാൻ പറഞ്ഞ KT ജയകൃഷ്ണമാഷിയും വാടിക്കൽ രാമകൃഷ്ണനും എന്ന BJP നേതാക്കന്മാരെ കൊന്ന CPM-മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ CPM-ൻ്റെ കുറേ സഖാക്കളെ BJP-ക്കാരും കൊന്നിട്ടുണ്ട്. ആ കുടുംബങ്ങളോട് ഈ രണ്ട് പാർട്ടി നേതാക്കന്മാർ മാപ്പ് പറയണം. സംശയം വേണ്ട. ആര്യാടൻ മുഹമ്മദിൻ്റെ പകരക്കാരനായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഒരു സംശയം വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വളരെ മുമ്പിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പുറത്തും അകത്തും ആ രീതിയിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷം കിട്ടുന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായിട്ടാണ്. പണ്ടത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ട ഒരു തരത്തിലുള്ള എന്താ പറയുക പ്രശ്നങ്ങളും ഈ നിയോജക മണ്ഡലത്തിലെ UDF-നെ സംബന്ധിച്ചിടത്തിലില്ല. അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ശക്തിയായിട്ട് ഒരു നല്ല ഭൂരിപക്ഷം നേടും. നല്ല വിജയം ഉണ്ടാവും. UDF-ന് വമ്പ വിജയം ഉണ്ടാവും. പ്രതീക്ഷയെക്കാട്ടി വിജയം ഉണ്ടാവും. നമ്മൾ 15ഒക്കെയാണ്, അതിൻ്റെ മേലെ ഭൂരിപക്ഷം ഉണ്ടാവും. നല്ല നല്ല പ്രതികരണം കിട്ടണത് പിണറായി വിജയൻ്റെ ഭരണത്തിലുള്ള നല്ല പ്രതികരണം കിട്ടണത്. ഏത് പിന്നെ വീട്ടിൽ കയറി ചെന്നാലും നല്ല പ്രതികരണമാണ് കിട്ടണത്. ആര്യാടൻ ഷൗക്കത്ത് ബാവുട്ടി എന്ന് പറഞ്ഞ ആൾക്ക് നല്ല വിജയ പ്രതീക്ഷയാണ്. ഒരു 20ൻ്റെ മേലൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷ. 15-20ൻ്റെ മേലെ ഉണ്ടാവും. എല്ലാം ഭൂരിപക്ഷം ഉണ്ടാവും. ഇല്ല കടന്നു പോയില്ല. നമ്മൾ പാലക്കാട് നമ്മൾ വിചാരിച്ചാണ് പാലക്കാട് നേതാക്കന്മാരുടെ കണക്ക് 20ആണ്. ഞങ്ങളുടെ കണക്ക് പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മനേക്കാൾ ലീഡ് വരുമെന്ന് നല്ല ഭൂരിപക്ഷം ജനങ്ങൾ ലഭിച്ച ഭൂരിപക്ഷത്തിന് മേളിലെത്തിക്കും. അത് ജനങ്ങൾ 19 തീയതി കാത്തു നിൽക്കുക വോട്ട് ചെയ്യാൻ വേണ്ടി. ചെയ്താൽ നല്ല ഭൂരിപക്ഷത്തിൽ കിട്ടും. നല്ല പ്രതീക്ഷ. UDF ഐക്യത്തിലാണ് പോണത്. നല്ല പ്രതീക്ഷയാണ്. നേതാക്കന്മാരൊക്കെ സെറ്റപ്പാണ്. ചെയർമാനും കൺവീനർ എല്ലാവരും. സതീശനെ 42 കേരളത്തിലെ CPM ക്ലീൻ ഇമേജിൻ്റെ ആളാണ് രാധാകൃഷ്ണൻ. അദ്ദേഹം 42,000 വോട്ടിനാണ് ചേലക്കര ജയിച്ചത്. ബൈ ഇലക്ഷൻ വന്നപ്പോൾ 12,400 വോട്ടായി കുറഞ്ഞോടെ. 30,000 ആട്ടോ കുറഞ്ഞോടെ. CPM-ൻ്റെ കോട്ടയിൽ അയാളുടെ പ്രതിഷേധമാണ്. 3000 സംതിങ് വോട്ടിനാണ് പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ച്. അത് 18,800 വോട്ടായി രാഹുൽ മാങ്കുടത്തിന്. അത് രണ്ടും ഒരു മരണത്തിൻ്റെ വോട്ടായിരുന്നില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയുടെയോ തൃക്കാക്കരെയോ പറയാച്ചാൽ നിങ്ങളത് പറയും അതൊരു സഹതാപാണിത്. ഒരു സഹതാപമല്ല, ഗവൺമെൻറ്റിനോട് എതിരായിട്ടുള്ള വികാരമാണ് ജനങ്ങൾ കാണിച്ചത്. കേരളം പ്രബുദ്ധമാണ്. ഈ BJP CPM ഡില്ലാണ്. കാരണം ഞാൻ പറഞ്ഞ KT ജയകൃഷ്ണമാഷിയും വാടിക്കൽ രാമകൃഷ്ണനും എന്ന BJP നേതാക്കന്മാരെ കൊന്ന CPM-മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ CPM-ൻ്റെ കുറേ സഖാക്കളെ BJP-ക്കാരും കൊന്നിട്ടുണ്ട്. ആ കുടുംബങ്ങളോട് ഈ രണ്ട് പാർട്ടി നേതാക്കന്മാർ മാപ്പ് പറയണം. മനസ്സിലായോ? അത് ജനങ്ങൾ വിജയിക്കും. 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കഴിഞ്ഞ 9 വർഷമായുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണം അത്രത്തോളം ജനമനസ്സുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു നിലയിലും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഈ പശ്ചാത്തലത്തിൽ നിന്നുമുള്ള ഒരു മോചനം അവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് യാദൃശ്ചികമായിട്ടാണെങ്കിലും വന്ന ഈ തെരഞ്ഞെടുപ്പിനെ ഒരു അവസരമായി ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ കാണുകയാണ്. UDF-ഉം തീർച്ചയായും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആദ്യമുണ്ടായിരുന്ന പ്രതീക്ഷകളെ കവച്ചു വെച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് സാധാരണ ജനങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ വിജയിക്കും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും തിരഞ്ഞെടുപ്പുകൾ വന്നു കഴിഞ്ഞാലും മറ്റു പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാലും ഇറങ്ങുന്ന ഉത്തരവാദിത്വം ശക്തമായി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം പ്രത്യേകമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നല്ല രീതിയിലുള്ള സമീപനം എല്ലാ ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവർ മുന്നണി പോരാളികളായി രംഗത്തുണ്ട്. എല്ലാവർക്കും അതിൽ അമിതമായ സന്തോഷമുണ്ട്. പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഓരോന്നോരോന്നായി എണ്ണി പറയേണ്ടുന്ന കാര്യമില്ല. ജനവിരുദ്ധ നയങ്ങൾ, ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനവും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടില്ല. അതിനെതിരായുള്ള ശക്തമായൊരു വികാരം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്.
ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റാത്ത ഒരു നേതൃത്വമായിരുന്നു നിലമ്പൂരിന്. ഒരു സംശയവും വേണ്ട, അദ്ദേഹത്തിൻ്റെ മകനാണ് ഇവിടെ ജനവിധി തേടുന്നത്. അദ്ദേഹം ഒരു ജനവിധി തേടുന്നതിന് മുമ്പ് തന്നെ ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ അദ്ദേഹം സുപരിചിതനാണ്. ഇനി ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റി നിയമസഭയിൽ കൂടി എത്തിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ആര്യാടൻ മുഹമ്മദിൻ്റെ പകരക്കാരനായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UDF പ്രവർത്തകരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പോകുന്ന ഓരോ ഭാഗങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നാണെങ്കിലും ഈ നിലമ്പൂർ മണ്ഡലത്തിൽപ്പെടുന്ന ഏത് ഭാഗത്ത് പോകുകയാണെങ്കിൽ വളരെ നല്ല ഒരു റിസൾട്ടാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് നല്ല സ്ഥാനാർത്ഥികൾ വരണം, നല്ല തെരഞ്ഞെടുപ്പ് എന്താ പറയുക, നല്ല മത്സരം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ മീഡിയ ഒക്കെ ആയിട്ട് എല്ലാ ഭാഗത്തും പോകുന്നവർ, നല്ല മത്സരം തന്നെയാണ് നടക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും UDF ഭാഗത്തു നിന്നുള്ള പ്രവർത്തകരുള്ള മുന്നോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും. അൻവറിൻ്റെതായ പ്രവർത്തന മേഖലയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അൻവറിന് ഉയർത്തിക്കാട്ടാനുള്ളത് ഈ കേരളത്തിലെ പിണറായി സത്യനെതിരെ ഉള്ളൊരു സംവിധാനം തന്നെയാണ്. എങ്കിലും ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സിൽ പൂർവ്വകാലങ്ങളിൽ UDF ചെയ്ത വികസനങ്ങളും UDF നേതാക്കന്മാർ കാട്ടിത്തന്ന ഓരോ പാതകളും ഈ ജനങ്ങൾക്ക് മനസ്സിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ പോകുന്നത് ഈ 9 വർഷക്കാലം LDF നിന്നാണ്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ UDF സാരഥികളുണ്ട്. അതേപോലെ തന്നെ UDF നേതാക്കന്മാർ ഇവിടെ ഒരുപാട് വികസനങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓരോ മേഖലകളിലും മലയോര മേഖലകൾ തുടങ്ങി ഒട്ടനവധി വികസനങ്ങൾ. അപ്പോൾ ആ വികസനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇനിയും ആരെ ഉയർത്തി കൊണ്ടുവരണമെന്നുള്ളത് നിലമ്പൂരിലെ ജനങ്ങൾ തന്നെ വിലയിരുത്തി കഴിഞ്ഞ് അതിന് കൂടുതൽ സംശയിക്കേണ്ടതില്ല. എന്തായാലും കേരളത്തിൽ ഇത്തരം ഒരു ബൈ ഇലക്ഷൻ നടന്നതിൽ കേരളത്തെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഭൂരിപക്ഷവുമായിട്ട് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്നുള്ളതാണ് പറയുന്നത്.